പ്രിയപ്പെട്ട കുട്ടികളെ, അടുത്ത ടോപ്പിക് ഹൗസിംഗ് ഓഫ് കാറ്റിൽ. ഹൗസിംഗ് ഓഫ് കാറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പ്രാക്ടിക്കലും തിയറിക്കും ഒരുപോലെ ചോദിക്കുന്ന ഒരു ഭാഗവും കൂടെയാണ് ഹൗസിംഗ് ഓഫ് കാറ്റിൽ. പ്രധാനമായിട്ടും ഹൗസിംഗിൽ വരുന്ന ലേ ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ അളവുകൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൗസിംഗിൻ്റെ പ്രത്യേകതകളും എന്തിനു വേണ്ടിയാണ് ഹൗസിംഗ് ചെയ്യുന്നതെന്നും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹൗസിംഗ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും അനിമൽ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പുതിയ അറിവുകളാണ്, ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹൗസിംഗ് ഓഫ് കാറ്റ്. നമ്മൾക്ക് മനുഷ്യർക്ക് എങ്ങനെയാണോ അതിൻ്റെ 10 ഇരട്ടി കരുതലോടെ വേണം നമ്മൾ അനിമൽസിനായിട്ട് ഹൗസ് പണിയുന്ന സമയത്ത്. കാരണം അവയ്ക്ക് അതിൽ വരുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ പറഞ്ഞു തരുവാനോ കഴിയില്ല. ആയതിനാൽ കംപ്ലീറ്റ് കെയർ നമ്മളെപ്പോഴും കാറ്റിൽസിനായിട്ട് ഹൗസിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ഹൗസിംഗ്, അതിൽ ശാസ്ത്രീയപരമായിട്ടുള്ള ഇടപെടൽ കൂടെ ആകുമ്പോൾ മാത്രമേ നല്ല രീതിയിലുള്ളൊരു കംഫർട്ട് നമ്മുടെ ആനിമൽസിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ആനിമൽസ് നല്ല കംഫർട്ട് ലഭിക്കുകയും നല്ല രീതിയിലുള്ള ഫീഡിംഗ് ലഭിക്കുകയും പ്രോപ്പർ മാനേജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് അവയിൽ നിന്നും ലഭിക്കുന്നു. എന്നാൽ ഹൗസിംഗിൽ വരുന്ന ചെറിയ പാളിച്ചകൾ പോലും അവയുടെ പ്രൊഡക്ഷനെ നേരിട്ട് ബാധിക്കുന്നതായിട്ട് ശാസ്ത്രീയമായി തന്നെ പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല വൃത്തിയും കംഫർട്ടബിളുമായിട്ടുള്ള ഷെൽട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അനിമൽസിൻ്റെ കംഫർട്ട് വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാനും അതുവഴി രോഗങ്ങൾ ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള പശുക്കളെ നമുക്ക് വളർത്തിയെടുക്കാനും നല്ല പ്രൊഡക്ഷൻ ലഭിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ ഹൗസിംഗിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരിക്കലും ചെയ്യരുത്. ഹൗസിംഗ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഹൗസിംഗ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൗസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. അടുത്തതായിട്ട് പർപ്പസ് ഓഫ് അനിമൽ ഹൗസിംഗ്. അനിമൽ ഹൗസിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് ഒരു ചിത്രീകരണ രൂപത്തിൽ നമുക്ക് കാണാം. ഫ്ലോ ചാർട്ട് രൂപത്തിൽ നോക്കാം. പ്രധാനമായിട്ടും 7 ഹെഡിങ്സിലാണ് തന്നിരിക്കുന്നത് പർപ്പസ് ഓഫ് അനിമൽ ഹൗസിംഗ്. ഒന്നാമത്തേത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്ട്രീം ഹീറ്റ്, കോൾഡ്, വിൻഡ് ആൻഡ് റെയിൻ. മഴയിൽ നിന്നും, വെയിലിൽ നിന്നും, ചൂടിൽ നിന്നും, തണുപ്പിൽ നിന്നും നമ്മുടെ ആനിമൽസിനെ സംരക്ഷിക്കുന്നു. പ്രൊവൈഡ്സ് ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. ആനിമൽസിന് ആവശ്യമായിട്ടുള്ളൊരു കംഫർട്ട്, നല്ലൊരു സജ്ജീകരണം ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നു. വൃത്തിയും ശുചിത്വമുള്ള ഒരു വീട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ആനിമൽ. നല്ല രീതിയിലുള്ള ഒരു ഹൗസിംഗ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ഫാം ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യുന്നതിനായിട്ട്. ഫാം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ക്ലീനിങ്, ബ്രീഡിംഗ്, ഫീഡിംഗ്, വാട്ടറിംഗ്, മിൽക്കിംഗ് എന്നിവ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു നല്ല രീതിയിലുള്ളൊരു ഹൗസിംഗ് ആണെങ്കിൽ. അടുത്തതായിട്ട് റിഡക്ഷൻ ഇൻ എക്സ്പെൻസസ്. നല്ലൊരു ഹൗസിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ മറ്റു ചിലവുകൾ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാം. ഉദാഹരണം, തൊഴിലാളികളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാം. കൃത്യ രീതിയിലുള്ള സൂപ്പർവിഷൻ നമുക്ക് പോസിബിൾ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എണ്ണം കുറയ്ക്കാം തൊഴിലാളികളുടെ. കൂടാതെ മറ്റ് രോഗങ്ങളൊന്നും വരാത്തതിനാൽ അത്തരത്തിലുള്ള പൈസ ചെലവും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് പ്രൊട്ടക്ഷൻ ഫ്രം ത്രഫ്റ്റ് ആൻഡ് അറ്റാക്ക് ഫ്രം വൈൽഡ് ആനിമൽ. പലപ്പോഴും പല ഫാമിൽ പ്രശ്നം വരുന്നത് ഒന്നാണ് ത്രഫ്റ്റ് എന്ന് പറയുന്നത്, കളവ് പോവുക. നല്ല രീതിയിലുള്ള ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഹൗസിംഗും നല്ലൊരു ഫെൻസിംഗും ഉണ്ടെങ്കിൽ നമ്മുടെ ഫാം ആനിമൽസിനെ കളവ് പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാം. കൂടാതെ മറ്റു വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും നമ്മുടെ ആനിമൽസിനെ രക്ഷിക്കാം. അടുത്ത പോയിന്റ് ആണ് റെഡ്യൂസസ് പോസിബിലിറ്റീസ് ഓഫ് ഡിസീസസ് ആൻഡ് മോർട്ടാലിറ്റി. രോഗങ്ങൾ വരുന്നതിൽ നിന്നും അതുവഴി മരണനിരക്കും നമുക്ക് കുറയ്ക്കാം. നല്ലൊരു ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ല മാനേജ്മെന്റ് പ്രാക്ടീസ് ആവുന്നു. സ്വാഭാവികമായിട്ടും മാനേജ്മെന്റ് പ്രാക്ടീസസ് മൂലം വരുന്ന പല രോഗങ്ങളും നമുക്ക് തടയാം. അതുവഴി മോർട്ടാലിറ്റിയും തടയാവുന്നതാണ്. അനിമൽ ക്യാൻ ബി വാച്ച്ഡ് വിത്ത് ഈസ്. എളുപ്പത്തിൽ നമ്മുടെ ആനിമൽസിനെ നോക്കിക്കണ്ട് മനസ്സിലാക്കാം. നോക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓരോ ആനിമൽസിനും ആവശ്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാനും നമുക്ക് പറ്റുന്നു. അപ്പോൾ ഇത്രയുമാണ് നല്ലൊരു അനിമൽ ഹൗസിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ ഇത്രയും കാര്യങ്ങൾ നടന്നു കിട്ടിക്കഴിഞ്ഞാൽ
എന്താണ് വളരെ ലാഭകരമായിട്ട് നമുക്ക് ഫാം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്കിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നു. ലൈഫ് സ്റ്റോക്ക് ഹൗസിംഗ് ആണ് അതിന്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ആണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ലൈഫ് സ്റ്റോക്കിന് ഹൗസിംഗ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 രീതികളിലൂടെയാണ്. 2 ഹൗസിംഗ് സിസ്റ്റംസ് ആണ് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം, രണ്ടാമത്തേത് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. ഒക്കെയാണ് 2 തരത്തിലുള്ള ഹൗസിംഗ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. ലൂസ് ഹൗസിംഗ് സിസ്റ്റവും കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റവും. ഇതിൽ ലൂസ് ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മഴ കുറഞ്ഞ സ്ഥലത്ത് പ്രായോഗികമാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം. എന്നാൽ മഴ കൂടിയ സ്ഥലത്ത് നമ്മുടെ പോലുള്ള സൗത്ത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡാണ് സിംഗിൾ റോ സിസ്റ്റവും ഡബിൾ റോ സിസ്റ്റവും. അതിൽ ഡബിൾ റോ സിസ്റ്റത്തിൽ വരുന്ന 2 രീതികളാണ് ടെയിൽ ടു ടെയിൽ സിസ്റ്റവും ഹെഡ് ടു ഹെഡ് സിസ്റ്റവും. 10ൽ കൂടുതൽ പശുക്കൾ വരുന്ന സമയത്താണ് സാധാരണഗതിയിൽ ഡബിൾ റോ സിസ്റ്റം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. 10ൽ കുറവ് പശുക്കളാണെങ്കിൽ നമുക്ക് സിംഗിൾ റോ സിസ്റ്റം തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് നിർബന്ധമായും പഠിച്ചു വെക്കുക. ഹൗസിംഗ് സിസ്റ്റം 2 തരത്തിലുള്ള ഹൗസിംഗ് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. ലൂസ് ഹൗസിംഗ് സിസ്റ്റവും കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റവും. കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റത്തിൽ 2 രീതിയിൽ നമുക്ക് പശുക്കളെ വളർത്താം. സിംഗിൾ റോ സിസ്റ്റവും ഡബിൾ റോ സിസ്റ്റവും. എണ്ണം 10ൽ കൂടുതലാകുമ്പോഴാണ് സാധാരണഗതിയിൽ ഡബിൾ റോ സിസ്റ്റം പ്രായോഗികമാകുന്നത്. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം, ടെയിൽ ടു ടെയിൽ സിസ്റ്റവും ഹെഡ് ടു ഹെഡ് സിസ്റ്റവും. ഇനി ഓരോന്നും അതിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാം. നമ്മളൊരു ഫാം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നതും റോഡ് മാർഗമുള്ളതും ധാരാളം വെള്ളവും വായുവും വെളിച്ചവും കിട്ടുന്ന ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാറ്റിൽ ഷെഡിന്റെ കൺസ്ട്രക്ഷൻ എന്നത്. കാറ്റിൽ ഷെഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് എങ്ങനെയാണോ വീട് അതേപോലെ തന്നെ അതിലുപരി നല്ലൊരു കംഫർട്ട് നൽകുന്നതായിരിക്കണം കാറ്റിൽ ഷെഡുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കാറ്റിൽ ഷെഡ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പോയിന്റ് വൈസ് നമുക്കൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള റൂഫ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എങ്കിലും ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള റൂഫിംഗ് രീതി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റൂഫിൽ നമുക്ക് ടൈൽ കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ താച്ച്ഡ് ആയിട്ടോ ഓപ്പൺ ആയിട്ടോ നമുക്കിടാം, ബേസ്ഡ് ഓൺ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ. സാധാരണഗതിയിൽ ഓപ്പൺ ടൈപ്പ് അഥവാ തുറന്ന രീതിയിലുള്ളൊരു കാറ്റിൽ ഷെഡ് എന്ന് പറയുന്നത് മഴ കുറവുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും നല്ലത്. എന്നാൽ നമുക്ക് മഴയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അനിമൽസിന് കുറച്ചുകൂടെ കംഫർട്ട് നൽകുന്നതിനായിട്ടും വെയിൽ കൂടുതലുള്ള സ്ഥലമാണെങ്കിലും കംഫർട്ട് നൽകുന്നതായിട്ട് നല്ലൊരു തണൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും റൂഫ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈൽ അഥവാ ഓട് പാകി കൊടുക്കാം, കോൺക്രീറ്റ് നിർമ്മിതിയുമാകാം, അതല്ലെങ്കിൽ താച്ച്ഡ് റൂഫ് എന്ന് വെച്ചാൽ ഓലമേഞ്ഞത്. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഷീറ്റ്സ്, അലൂമിനിയം ഷീറ്റ്സോ സ്റ്റീൽ ഷീറ്റ്സോ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് ഫ്ലോറിന്റെ കാര്യം പറയുന്ന സമയത്ത് ഫ്ലോർ എപ്പോഴും ആവശ്യത്തിന് സ്പേസ് ഉള്ളതായിരിക്കും. നിങ്ങൾ ഈ ചിത്രീകരണത്തിൽ കാണുന്ന ഒരു തൊഴുത്ത് നോക്കൂ. ഇത് ഹെഡ് ടു ഹെഡ് സിസ്റ്റം ആണ്. നടുവിലൂടെ ഒരു പാത കാണുന്നു, തീറ്റയെടുക്കാനുള്ള പുൽത്തൊട്ടിയുണ്ട്, പശുവിന് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ബാക്കിയെല്ലാം തുറന്നായിട്ടാണ് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും യഥേഷ്ടം വായുവും വെളിച്ചവും നമ്മുടെ പശുക്കൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പറ്റുന്നു. കൂടാതെ തറയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് മണ്ണാണ് നിരപ്പാക്കിയിരിക്കുന്നത്. മഴ കുറവുള്ള സ്ഥലമായിരിക്കും. എന്നാൽ മഴ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഒരു കാരണവശാലും മണ്ണ് തറയാവരുത്, കോൺക്രീറ്റ് തറയാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ആവശ്യത്തിന് നന്ന് കിടക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള കംഫർട്ട് കൊടുക്കുന്ന തറയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലോറിന്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റ് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദീർഘകാലം നിൽക്കുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ കല്ല് പതിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്ക് സൈഡിലേക്ക് ഒരു ചെരിവ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം വേസ്റ്റ് വെള്ളമായിക്കോട്ടെ മൂത്രമായിക്കോട്ടെ എല്ലാം എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനും ഒഴുകുന്ന വെള്ളം നേരിട്ട് ഗട്ടറിലേക്ക്, പുറകിൽ കാണുന്ന ചാലിലേക്ക് പോവാൻ ഇത് സഹായകമാവുകയും ചെയ്യും. ഇപ്പൊ ഫ്ലോറിന് പുറകു വശത്തേക്ക് ചെറിയൊരു ചെരിവ് 1:40 എന്ന കണക്കിന് ചെറിയൊരു ചെരിവ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്.
കൂടാതെ ഒരുപാട് സ്ലോപ്പ് ആവാതെയും ശ്രദ്ധിക്കണം. കാരണം തെന്നി വീഴാനുള്ള സാധ്യത, നമ്മളായാലും പശുക്കളായാലും തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കുറച്ചൊരു ഗ്രിപ്പഡ് ആയിട്ടുള്ള ഫ്ലോറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓവർ മിനുസമുള്ള തറയായാലും സദാസമയവും വെള്ളം നനവുള്ളത് കൊണ്ട് പൂപ്പൽ വരാൻ, പായൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു റഫ് സർഫേസ് ആയിട്ടുള്ള ഗ്രിപ്പഡ് ആയിട്ടുള്ള ഫ്ലോർ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും ശ്രദ്ധിക്കുക. റിക്വസിറ്റ് ഇൻ കാറ്റിൽ ഷെഡ് ഓർ ബാൺ. നമ്മളൊരു ഷെഡ് അല്ലെങ്കിൽ ഒരു ബാൺ നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ കാറ്റിൽ ഷെഡ് അല്ലെങ്കിൽ ബാണിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേതാണ് മേഞ്ചർ അഥവാ ഫീഡിംഗ് ട്രഫ്. ഫീഡിംഗ് ട്രഫ്, തീറ്റ തൊട്ടി അല്ലെങ്കിൽ പുൽത്തൊട്ടിക്ക് പറയുന്ന പേരാണ് മേഞ്ചർ അല്ലെങ്കിൽ ഫീഡിംഗ് ട്രഫ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഇൻഡിവിജ്വൽ ടൈപ്പ് മാഞ്ചറും കണ്ടിന്യൂസ് ടൈപ്പ് മാഞ്ചറും. ഇൻഡിവിജ്വൽ ടൈപ്പ് മാഞ്ചർ എന്ന് വെച്ചാൽ ഒരു പശുവിന് ഒന്ന് എന്ന ക്രമത്തിൽ ഓരോ പശുവിനും ഓരോന്നോരോന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈപ്പ്, ഒരുമിച്ച് നീളത്തിൽ തൊട്ടി പോലെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. എന്നാൽ ചെലവ് കൂടുതൽ വരിക പലപ്പോഴും ഇൻഡിവിജ്വൽ ടൈപ്പ് മേഞ്ചറിനാണ്. ഇപ്പൊ മേഞ്ചർ അഥവാ ഫീഡിംഗ് ട്രഫിലാണ് സാധാരണഗതി നമ്മൾ പുല്ല്, വൈക്കോല്, ചെറിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്തു വരുന്നത്. ഫീഡിംഗ് പാസേജ് ആൻഡ് മിൽക്കിംഗ് പാസേജ്. ഫീഡിംഗ് പാസേജ്, മിൽക്കിംഗ് പാസേജ് എന്ന് പറയുന്നത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. പാൽ കറന്നെടുക്കാൻ നമ്മൾക്ക് പോകാനുള്ള വഴിയും കൂടാതെ തീറ്റയിട്ട് കൊടുക്കാനായിട്ടുള്ള വഴിയുമാണ് നമ്മൾ ഫീഡിംഗ് പാസേജും മിൽക്കിംഗ് പാസേജും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീഡിംഗ് പാസേജ് പശുവിന്റെ മുൻവശത്ത്, അതായത് മുഖത്തിന് മുൻവശത്തും, മിൽക്കിംഗ് പാസേജ് പശുവിന്റെ പിൻവശത്തുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഫീഡിംഗ് പാസേജ് ഫ്രണ്ടിൽ കാണാം പശുവിന്റെ മുൻവശത്ത്. പുറകുവശത്ത് ഒരു ഗട്ടർ റെയിൽ ഇട്ടിരിക്കുന്നത് കാണാമല്ലോ, ഒരു ചാലി പോലെ അതിൽ വലയിട്ടിരിക്കുന്നത് കാണാം. അതിന്റെ നടുഭാഗത്ത് കൂടെ കാണുന്ന വഴിയാണ് നമ്മൾ മിൽക്കിംഗ് പാസേജ് എന്ന് വിളിക്കുന്നത്. ഇതിലൂടെയാണ് പാൽ കറവയ്ക്കായിട്ടുള്ള മെഷീൻസും മറ്റു സാമഗ്രികളും എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഫീഡിംഗ് പാസേജും മിൽക്കിംഗ് പാസേജും നമ്മുടെ ഷെഡിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റാൻഡിംഗ് സ്പേസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാൻഡിംഗ് സ്പേസ് എന്നത്. സ്റ്റാൻഡിംഗ് സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പശുവിന് നിൽക്കാനും കിടക്കാനുമുള്ള സ്പേസ് ആണ് സ്റ്റാൻഡിംഗ് സ്പേസ്. പശുവിന്റെ നീളത്തിനും വണ്ണത്തിനും അനുസരിച്ച് അല്ലെങ്കിൽ ബ്രീഡിനനുസരിച്ചായിരിക്കണം പലപ്പോഴും സ്റ്റാൻഡിംഗ് സ്പേസ് ഉണ്ടാക്കേണ്ടത്. നിർബന്ധമായും ശ്രദ്ധിക്കുക. ചെറിയ ബ്രീഡാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് കുറയ്ക്കാവുന്നതാണ്. എന്നാൽ ഹെവി ബ്രീഡ്സ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡിംഗ് സ്പേസ് നമ്മൾ കൊടുക്കണം. കൂടാതെ സ്റ്റാൻഡിംഗ് സ്പേസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ചരിവ് പുറകോട്ട് കൊടുത്തു കഴിഞ്ഞാൽ യൂറിനും വാട്ടറും എല്ലാം ഈ ഗട്ടറിലേക്ക് നേരിട്ട് വന്ന് കലക്ട് ചെയ്യപ്പെടും. അത് ക്ലീനിങ് വളരെ എളുപ്പമാക്കും. ദെൻ ഡങ് ആൻഡ് യൂറിൻ ചാനൽ. അതാണ് നിങ്ങൾക്ക് ആ കാണുന്ന ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇത് മൂത്രവും കൂടാതെ നമ്മുടെ ഷെഡ് കഴുകി വിടുന്ന വെള്ളവും എല്ലാം കളക്ട് ചെയ്യാൻ സഹായിക്കുകയും എളുപ്പത്തിൽ നമ്മുടെ പുറത്തേക്ക് കാണുന്ന യൂറിൻ പിറ്റിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. ഇത് ക്ലീനിങ് വളരെ എളുപ്പമാക്കുകയും വൃത്തിശുചിത്വമുള്ള ഒരു എൻവയോൺമെന്റ് നമ്മുടെ തൊഴുത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാനും സഹായകമാകും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളൊരു കാറ്റൽ ഷെഡ് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, അതിലുണ്ടായിരിക്കേണ്ട സജ്ജീകരണങ്ങളിൽ മേഞ്ചർ ആണ്. അത് മേഞ്ചർ അല്ലെങ്കിൽ ഫീഡിംഗ് ട്രഫ് ആണ്. ദെൻ ഫീഡിംഗ് പാസേജ് ആൻഡ് മിൽക്കിംഗ് പാസേജ്, സ്റ്റാൻഡിംഗ് സ്പേസ്, ഡങ് ആൻഡ് യൂറിൻ ചാനൽ അഥവാ ഗട്ടർ. ഹൗസിംഗ് സിസ്റ്റത്തിൽ ആദ്യത്തെ മെത്തേഡാണ് ഇനി നമ്മൾക്ക് പരിചയപ്പെടാൻ പോകുന്നത്, ലൂസ് ഹൗസിംഗ് സിസ്റ്റം. ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. നോക്കൂ, ഇതൊരു ഏരിയ, ഒരു വലിയൊരു ഏരിയ, നമുക്ക് ഏകദേശം ഒരു 10 സെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അത്രയും വലിയൊരു ഏരിയയിൽ ഫുൾ നമ്മൾ ചുറ്റും ഫെൻസിങ് വെച്ചിരിക്കുന്നു. ഇത് നോർത്ത് ഇന്ത്യയിൽ ഒരു ഫാമിന്റെ പിക്ചറാണ്. വലിയൊരു ഫെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അതിനകത്ത് ഇവിടെ ഒരു ഷെഡ് നമുക്ക് കാണാം. അധികം സജ്ജീകരണമൊന്നും ഇല്ലാതെ കാലുകളിൽ നിൽക്കുന്ന ഒരു ഷെഡ്. മഴ കൊള്ളില്ല, വെയിൽ കൊള്ളില്ല, അത്രയേ ഉള്ളൂ. ദെൻ ഇതിന്റെ ഉള്ളിൽ ധാരാളം മരങ്ങൾ അവിടെ ഇവിടെയായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. അതിന് ചുറ്റും ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊക്കെ പോയി അവിടെ പോയി ഇരിക്കാം, എന്തെങ്കിലും സാധനമൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഏരിയയിൽ ഫെൻസിങ് ഇട്ട് ചെറിയൊരു മറ അഥവാ ഒരു ചെറിയൊരു കൂട് ഉണ്ടാക്കി അവിടെ അവിടെയായിട്ട് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അനിമൽസിനെ ലൂസ് ആയിട്ട് വിട്ടിരിക്കുകയാണ്. അതായത് കെട്ടിയിടലൊന്നുമില്ല. ആ ഒരു ഏരിയയിലേക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റിയ അത്രയും പശുക്കളെ അതിന് ഉള്ളിലേക്ക് വിടുകയാണ്. സദാസമയം അവിടെ
അവർ നടക്കുകയോ ഇരിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടാകും. മിൽക്കിങ്ങിന്റെ സമയത്ത് മാത്രം നമ്മൾ കറവയ്ക്കായിട്ടുള്ള ആനിമൽസിനെ ഷെഡിലേക്ക് കൊണ്ടുവന്ന് കറന്നെടുക്കുന്നു. അല്ലാതെ സദാസമയവും നമ്മുടെ പശുക്കൾ ഫ്രീ ആയിട്ട് എവിടെയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാവുന്നതാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ലഭിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു നാച്ചുറൽ ഒരു എൻവയോൺമെന്റ്, ഒരു മൈക്രോ എക്കോസിസ്റ്റം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. ചെറിയൊരു ഫെൻസിങ് ഉണ്ട് എന്നതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അനിമൽസിന് മാക്സിമം ഒരു എക്സസൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു, നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. മാനേജ്മെന്റ് വളരെ എളുപ്പമാണ് ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ. ഇനി നമുക്ക് അതിന്റെ പ്രത്യേകതകൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. എന്ന് പറയുന്നത് ഇവിടെ സദാസമയവും നമ്മുടെ ആനിമൽസ് കൂട്ടം കൂട്ടമായിട്ട് രാത്രി പകൽ എന്നില്ലാതെ ഫ്രീ ആയി നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും ട്രീറ്റ്മെന്റ്, മിൽക്കിംഗ് എന്നീ 2 കാര്യങ്ങൾക്ക്, പിന്നെ ബ്രീഡിംഗ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുമാണ് സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ പശുക്കളെ ഈ ഷെഡിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വരിക. ലൂസ് ഹൗസിംഗിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരിക. ഒരു ഓപ്പൺ ഏരിയയും വേണം, ഒരു റെസ്റ്റിംഗ് ഏരിയയും വേണം. ഓപ്പൺ ഏരിയ ഏകദേശം നല്ല വലിപ്പമുള്ളതായിരിക്കണം. റെസ്റ്റിംഗ് ഏരിയ എത്ര പശുക്കളാണോ ഉള്ളത് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു സജ്ജീകരണം മാത്രം മതിയാകും. അപ്പോൾ ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു ഓപ്പൺ ഏരിയയും ഉണ്ട്, ഒരു റെസ്റ്റിംഗ് ഏരിയയും ഉണ്ട്. ആ റെസ്റ്റിംഗ് ഏരിയയാണ് ഷെഡായിട്ട് കാണപ്പെടുന്നത്. ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത് അധികം കുറച്ച് മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തണലുള്ള ഒരു പ്ലേസ്. ഓപ്പൺ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വശത്ത് ഒരു കവേർഡ് ഷെഡ് നമുക്ക് കാണാം. അനിമലിന് ആവശ്യമുള്ള സമയത്ത് എക്സസീവ് ആയിട്ട് ഹീറ്റോ കോൾഡോ ഒക്കെ ഉണ്ടെങ്കിൽ, മഴയോ ഉണ്ടെങ്കിൽ അവയ്ക്ക് പോയി നിൽക്കാനുള്ള സ്ഥലമാണ് ഓപ്പൺ ഏരിയയിൽ കാണുന്ന ചെറിയ കവേർഡ് ഷെഡ് എന്നത്. ഫീഡിങ്ങും വാട്ടറിങ്ങും ഒക്കെ കോമൺ ആയിട്ടുള്ളൊരു മേഞ്ചർ അല്ലെങ്കിൽ ഫീഡിംഗ് ട്രഫിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഒരു വലിയൊരു തൊട്ടി, 1-2 തൊട്ടികൾ ആ ഭാഗത്തുണ്ടാകും. അതിൽ ആവശ്യ സമയത്ത് സദാസമയം വെള്ളം നിറഞ്ഞിരിക്കുന്നത് കാണാം. കൂടാതെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ കോമൺ ആയിട്ടൊരു മേഞ്ചറും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലേക്ക് സമയാസമയങ്ങളിൽ ജോലിക്കാര് തീറ്റയും വെള്ളവും കൃത്യസമയത്ത് അവിടെ കൊണ്ടെത്തിക്കുന്നു. ആവശ്യമുള്ള സമയത്ത് നമ്മുടെ പശുക്കൾക്ക് വന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഇതാണ്, ഓപ്പൺ ഏരിയയിൽ കോമൺ ആയിട്ടുള്ള മേഞ്ചറും ഫീഡിംഗ് ട്രഫും ഉണ്ടാകും. മേഞ്ചർ അഥവാ ഫീഡിംഗ് ട്രഫും പിന്നെ വാട്ടറിംഗ് എക്യുപ്മെന്റ് അഥവാ വാട്ടറിംഗ് ട്രഫും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ചുറ്റുപാടും ഏരിയ മൊത്തമായിട്ട് 5 അടിയിൽ കൂടുതൽ ഹൈറ്റിലായിട്ട് ഒരു ഫെൻസിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് ഇലക്ട്രിക് ഫെൻസിങ്ങോ അതല്ല അയൺ ഫെൻസിങ്ങോ അതല്ല മതിലായിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഹൈറ്റ് വളരെ നിർബന്ധമാണ്. കാരണം വന്യജീവികൾ ഉള്ളിലേക്ക് വരാതിരിക്കാനും കൂടാതെ പെട്ടെന്ന് നമ്മുടെ പശുക്കൾക്ക് ചാടിയോടി പുറത്തു പോവാതിരിക്കാനും അത് സഹായകമാകും. കൂടാതെ പാൽ കറക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് കറവ സമയത്ത് അവയെ കൊണ്ടുവന്ന് കറക്കാനുള്ള മിൽക്കിംഗ് പാർലർ നമുക്കവിടെ സജ്ജീകരിക്കാം. കുറഞ്ഞ മഴയുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിയ, ഏകദേശം സ്ഥലവും ലഭ്യമാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാം. എന്നാൽ മഴ കൂടിയ സ്ഥലങ്ങളിലാണെങ്കിൽ ഫെൻസിങ് ഏരിയയും ഇതെല്ലാം കറക്റ്റ് ആക്കാം. പക്ഷെ ഈ ഓപ്പൺ ഏരിയ കുറച്ച് ക്ലോസ്ഡ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് നമ്മുടെ നാട്ടിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. മഴക്കാലത്ത് മാത്രം ഷെഡിൽ നിർത്തുന്ന രീതി നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ റെസ്റ്റിംഗ് ഏരിയ ആണ്. ഒരു ഓപ്പൺ ഏരിയ പറഞ്ഞു, റെസ്റ്റിംഗ് ഏരിയ പറഞ്ഞു. റെസ്റ്റിംഗ് ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു കുറച്ചൊരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. നമ്മുടെ ആനിമൽസിന് ക്ഷീണം തോന്നുന്ന സമയത്ത് കിടക്കാനും ഒക്കെ സജ്ജീകരണം നമുക്ക് അവിടെ ഒരുക്കി കൊടുക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം, പശുക്കുട്ടികളാണെങ്കിൽ മഴക്കാല സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് കൂടിയ സമയത്ത് ചെറിയൊരു ബെഡിങ് നമുക്ക് തറയിൽ ഉണ്ടാക്കിയെടുക്കാം. ബെഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വൈക്കോലോ ചാക്കോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ബെഡിങ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഈർപ്പം വലിച്ചെടുക്കുന്നതായിരിക്കണം ബെഡ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റെസ്റ്റിംഗ് ഏരിയ നമ്മുടെ അനിമൽസിന് ആവശ്യമായിട്ടൊരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. കോൾഡ്, വിൻഡ്, സ്നോ, റെയിൻ പിന്നെ എക്സ്ട്രീം വെതറിൽ നിന്നും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റെസ്റ്റിംഗ് ഏരിയ എപ്പോഴും കവേർഡ് ആയിരിക്കണം, റൂഫ്ഡ് ആയിരിക്കണം.
ഫീഡിങ്ങും വാട്ടറിങ്ങും ഒരു കാരണവശാലും റെസ്റ്റിംഗ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യരുത്. കാരണം അത് മലിനമാക്കപ്പെടാൻ കാരണമാകും ആ ഏരിയ. അതുകൊണ്ട് തന്നെ ഫീഡിങ്ങും വാട്ടറിങ്ങും ഒക്കെ ഓപ്പൺ ഏരിയയിലാണ്, കോമൺ ട്രഫിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പൺ ഏരിയയും റെസ്റ്റിംഗ് ഏരിയയും മനസ്സിലായല്ലോ. ഓപ്പൺ ഏരിയയിലാണ് ഫീഡിങ്ങും വാട്ടറിങ്ങും ഒക്കെ ചെയ്യുന്നത്. റെസ്റ്റിംഗ് ഏരിയയിലാണ് പ്രധാനമായിട്ടും മിൽക്കിംഗ്, പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം, കൃത്യമായി ബെഡിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അനിമൽസിന് കൃത്യമായിട്ടുള്ള ഒരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാൻ റെസ്റ്റിംഗ് ഏരിയ സഹായകമാകുന്നു. ബെഡിങ്ങിന്റെ ഉദ്ദേശം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലീൻ ആയിരിക്കാനും ഈർപ്പം വലിച്ചെടുക്കാനും ഇതൊക്കെ ഇത് സഹായകമാകും. സാധാരണയായിട്ട് നമ്മൾ ബെഡിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് വീറ്റ് സ്ട്രോ, റൈസ് സ്ട്രോ അല്ലെങ്കിൽ സോഡസ്റ്റ് എന്നിവയാണ്. അതായത് വൈക്കോല്, നെല്ലിന്റെ വൈക്കോല്. കൂടാതെ നോർത്ത് ഇന്ത്യൻ കൺട്രീസിലാണെങ്കിൽ അവിടെ സാധാരണയായിട്ട് ഗോതമ്പിന്റെ വൈക്കോലാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് സോഡസ്റ്റ്, ഈർച്ചപ്പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ റെസ്റ്റിംഗ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു സിമെന്റഡ് ഫ്ലോർസ് ആണ് ഏറ്റവും നല്ലത്. മണ്ണ് പാകിയ മുറ്റവും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എന്നാൽ മണ്ണ് പാകിയതാണെങ്കിൽ നല്ല ഉറപ്പിച്ച് നല്ല രീതിയിൽ സജ്ജീകരിച്ച മണ്ണ് പാകിയ മുറ്റമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ പുറകുവശത്തേക്ക് ഒരു ഡ്രൈനേജും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കൂടാതെ മണ്ണ് പാകിയ മുറ്റമാണെങ്കിൽ, മണ്ണ് പാകിയ തറയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തറ നിരപ്പിൽ നിന്നും ഉയരത്തിലായിരിക്കണം. അല്ലാത്ത പക്ഷം ഈർപ്പം പെട്ടെന്ന് ഷെഡിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ തറ നിരപ്പിൽ നിന്നും ഉയരത്തിലുള്ള ചുറ്റുപാടും ഒരു ലെവൽ കെട്ടിയതിന് ശേഷം അതിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ള തറയാണെങ്കിൽ, മഡ് ഫ്ലോർ ആണെങ്കിൽ കുഴപ്പമില്ല. ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ ഫ്ലോറിങ്ങിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സദാസമയം ഇവര് ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള ഒരു ഉറപ്പുള്ള ഒരു ഫ്ലോറിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇതിനായിട്ട് നമുക്ക് അനിമൽ ഷെഡിന്റെ ഫ്ലോർ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് പാകിയെടുക്കാവുന്നതാണ്. അതായത് നമുക്ക് കോൺക്രീറ്റ് ഫ്ലോറോ കല്ല് പാകിയതോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. വഴുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ സിമെന്റ് പാകിയത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കല്ല് പാകിയ മുറ്റവുമായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്ടറിംഗ് ചെയ്യുന്നിടത്തും ഫീഡിംഗ് കൊടുക്കുന്ന ട്രഫിന്റെ ചുറ്റുഭാഗവും നിർബന്ധമായിട്ടും ഇത്തരത്തിൽ കല്ല് പാകിയിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇത് വഴുക്കാതിരിക്കാനും കൂടാതെ ചളി കെട്ടി നിൽക്കാതിരിക്കാനും ഇത് സഹായകമാകും. ആയതിനാൽ ഫ്ലോറിംഗ് എപ്പോഴും ബലമുള്ള ഒരു തറ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, എസ്പെഷ്യലി ഇൻ ബിസൈഡ് ദ വാട്ടറിംഗ് ട്രഫ് ആൻഡ് ഫീഡിംഗ് ട്രഫ്. നമ്മൾ പറഞ്ഞു ഓപ്പൺ ഏരിയയും ക്ലോസ്ഡ് ഏരിയയും നിർബന്ധമായിട്ടും നമ്മുടെ പശുക്കൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് വേണം ലൂസ് ഹൗസിംഗ് സിസ്റ്റം ചെയ്യുവാൻ വേണ്ടിയിട്ടെന്ന്. ഓപ്പൺ ഏരിയ ആയാലും ക്ലോസ്ഡ് ഏരിയ ആയാലും കൃത്യമായിട്ടും ഓരോ പശുക്കൾക്കും അതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ പശുക്കളെ വളർത്തുവാനായിട്ട്. കാരണം ആവശ്യത്തിനുള്ള സ്പേസ് അവയ്ക്ക് ലഭിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പോസിബിൾ ആവുകയുള്ളൂ. കൂടാതെ എണ്ണത്തിൽ കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എല്ലാ ആനിമൽസിനും ഒരുപോലെ ലഭിക്കണം, അല്ലെ? എന്നാൽ മാത്രമേ എല്ലാ ആനിമൽസും ഒരുപോലെ വളർന്ന് വരികയുള്ളൂ. അപ്പൊ അത് ഉറപ്പുവരുത്താനായിട്ട് ആവശ്യത്തിനുള്ള ഫ്ലോർ സ്പേസ് നമ്മൾ നിർബന്ധമായും കൊടുക്കണം. ഒരുപാട് എണ്ണം ഒരു കാരണവശാലും കൂട്ടമായിട്ടിടരുത്. ഇത് അവരുടെ വളർച്ചയെയും വികാസത്തിനെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഒരുപോലെ ബാധിക്കും. ആയതിനാൽ നമ്മൾ ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ BIS സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്ന ഫ്ലോർ സ്പേസ് നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. നല്ലൊരു ഫാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം എപ്പോഴും ലൂസ് ഹൗസിംഗ് സിസ്റ്റം സജ്ജീകരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും നമ്മുടെ സ്റ്റോക്കിന് ഉണ്ടാവുക. അപ്പൊ നമുക്ക് BIS സ്റ്റാൻഡേർഡ് പ്രകാരം ഫ്ലോർ സ്പേസ് റിക്വയർമെന്റ് നോക്കാം. കവേർഡ് ഏരിയ 3.5, ഓപ്പൺ ഏരിയ 7, 2 മീറ്റർ സ്ക്വയറിലാണ്. ഓരോ പശുവിനെയും ആവശ്യമായുള്ള സ്പേസ് ആണ് പറയുന്നത്. മാക്സിമം 40 പശുക്കളെ മാത്രമേ ഒരുമിച്ച് ഇടാവൂ. അപ്പോൾ 40 × 3.5, 40 × 7 എന്ന കണക്കിന് ഫ്ലോർ സ്പേസ് തീരുമാനിച്ച് വേണം നമ്മളൊരു ലൂസ് ഹൗസിംഗ് സിസ്റ്റം ഒരു യൂണിറ്റ് തയ്യാറാക്കുക. ഒരു യൂണിറ്റിൽ 40 പശുക്കളെ പാടുകയുള്ളൂ. അതിൽ ഓരോ പശുക്കളിലും കവേർഡ് ഏരിയ 3.5 എന്ന കണക്കിനും ഓപ്പൺ ഏരിയ 7 മീറ്റർ സ്ക്വയർ എന്ന കണക്കിനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഏരിയ കണ്ടെത്താനായിട്ട്. ദെൻ ബഫലോ
എന്ന് വെച്ചാൽ ഫീമെയിൽ ആണ് ബഫലോ അഥവാ എരുമകളെയാണ് പറയുന്നത്. ഒരു എരുമയ്ക്ക് 4 മീറ്റർ സ്ക്വയർ എന്ന കണക്കിന് കവേർഡ് ഏരിയയും 8 മീറ്റർ സ്ക്വയർ എന്ന കണക്കിന് ഓപ്പൺ ഏരിയയും കൊടുക്കണം. പശുക്കളെക്കാളും സൈസ് കൂടുതലാണ് എരുമകൾക്ക് എന്നതുകൊണ്ട് തന്നെ സ്പേസും അതിനനുസരിച്ച് കൊടുക്കണം. ബുൾ കാളകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ കാളകൾക്കും 12 മീറ്റർ സ്ക്വയർ കവേർഡ് ഏരിയയും ഓപ്പൺ ഏരിയ 24 മീറ്റർ സ്ക്വയറും പ്രൊവൈഡ് ചെയ്യണം. കൂടാതെ ഒരു കാരണവശാലും ബുൾസിനെ കൂട്ടം കൂട്ടമായി ഇടരുത്. കാരണം മെച്ചുവർഡ് ബുൾസ് ആവുന്ന സമയത്ത് പരസ്പരം കുത്തുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ ഓരോ ബുൾസിനും സെപ്പറേറ്റ് സ്പേസ് നൽകി ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം നിർത്താനായിട്ട്. ഡൗൺ കാവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാവിങ്ങിന് അടുത്തിരിക്കുന്ന പശുക്കൾ. സാധാരണഗതിയിൽ നമ്മൾ പ്രസവിക്കാറായിട്ടുള്ള പശുക്കളെ 8-9 മാസമാകുമ്പോഴേക്കും നമ്മൾ അതിന്റെ സെപ്പറേറ്റ് കൂട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവർക്ക് ഓപ്പൺ ഏരിയ 12, ക്ലോസ്ഡ് ഏരിയ 12 മീറ്റർ സ്ക്വയർ എന്ന കണക്കിന് അങ്ങനെ 24 മീറ്റർ സ്ക്വയർ വരുന്ന ഒരു സ്പേസ് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഒരു കാരണവശാലും ഗർഭിണിയായിട്ടുള്ള പശുവിനെ, പ്രസവിക്കാറായ പശുവിനെ കൂട്ടത്തിൽ വിടരുത്. യങ് ആനിമൽ ബിയോണ്ട് 1 ഇയർ, 1 വയസ്സിൽ കൂടുതൽ പ്രായമായിട്ടുള്ള പശുക്കുട്ടികളെ, ഹീവേഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ബ്രീഡിങ്ങിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവ. അതിന് 2 മീറ്റർ സ്ക്വയർ കവേർഡ് ഏരിയയും 4 മീറ്റർ സ്ക്വയർ ഓപ്പൺ ഏരിയയും കൊടുത്തുകൊണ്ട് 30 എണ്ണം വീതം നമുക്ക് ഇടാവുന്നതാണ് ഒരു യൂണിറ്റിൽ. 1 വയസ്സിൽ താഴെ പ്രായമുള്ള പശുക്കുട്ടികളാണെങ്കിൽ ഒരു പശുക്കുട്ടിക്ക് 1 മീറ്റർ സ്ക്വയർ എന്ന കണക്കിന് കവേർഡ് ഏരിയയും ഓപ്പൺ ഏരിയ 2 മീറ്റർ സ്ക്വയർ എന്ന കണക്കിനും പ്രൊവൈഡ് ചെയ്തിട്ട് 30 പശുക്കുട്ടികളെ നമുക്ക് ഒരുമിച്ച് ഇടാവുന്നതാണ്. ദെൻ ഷെഡിന്റെ ഹൈറ്റ് പറയുന്നു 175 സെന്റിമീറ്റർ. കുറഞ്ഞ മഴയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 175 സെന്റിമീറ്റർ, മീഡിയവും ഹെവി റെയിൻഫാൾ ആണെങ്കിൽ, സെമി ആരിഡ് ആൻഡ് എയറിഡ് ഏരിയ ആണെങ്കിൽ 220 സെന്റിമീറ്റർ. അതായത് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ 220 സെന്റിമീറ്റർ സ്ക്വയർ എന്ന കണക്കിനും ചുറ്റുമതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഷെഡിന്റെ കാര്യം പറഞ്ഞു. മാഞ്ചേഴ്സും വാട്ടറേഴ്സിന്റെയും അളവുകൾ നമുക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. മാഞ്ചേഴ്സും വാട്ടറേഴ്സും നമ്മൾ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് മേഞ്ചറും വാട്ടർ ട്രഫും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ടൈപ്പ് മാഞ്ചേഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, സിംഗിൾ ടൈപ്പ് ആയിട്ടുള്ളതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫീഡേഴ്സും വാട്ടറേഴ്സും നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും റസ്റ്റിക് ഏരിയയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യരുത്. കഴിയുന്നതും ഓപ്പൺ ഏരിയയിലായിരിക്കണം ഫീഡേഴ്സും വാട്ടറേഴ്സും നമ്മൾ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ റസ്റ്റിംഗ് ഏരിയയിൽ ചെറിയൊരു വാട്ടറിംഗ് ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പശുക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും ഓട്ടവും ഒക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മാഞ്ചേഴ്സ് ആയാലും വാട്ടർ ട്രഫ്സ് ആയാലും വളരെ ബലമുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച ഫീഡിംഗ് ട്രഫും വാട്ടറിംഗ് ട്രഫുമാണ് ഏറ്റവും നല്ലത്. അതിൽ കണ്ടിന്യൂസ് ടൈപ്പ് മാഞ്ചേഴ്സും വാട്ടറേഴ്സും തന്നെയാണ് ഒന്നിൽ കൂടുതൽ പശുക്കൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ എളുപ്പത്തിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാഞ്ചേഴ്സും വാട്ടർ ട്രഫും നല്ല സ്മൂത്ത് ടെക്സ്ചേർഡ് ആയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നമ്മുടെ പശുക്കൾക്ക് എളുപ്പത്തിൽ വെള്ളം കുടിക്കാനും തേക്കിയെടുക്കാനും സഹായകമാവുകയും ക്ലീനിങ് വളരെ എളുപ്പത്തിൽ സാധ്യമാവുകയും ചെയ്യുന്നു. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ആഴത്തിൽ ഒരു കാരണവശാലും ഫീഡിംഗ് ട്രഫും വാട്ടറിംഗ് ട്രഫും കൺസ്ട്രക്ട് ചെയ്യരുത്. ഷാലോ ടൈപ്പിലുള്ള ഫീഡേഴ്സും വാട്ടറേഴ്സുമാണ് ഏറ്റവും നല്ലത്. ഇത് വേസ്റ്റ് ഒരു പരിധി വരെ തടയാൻ സഹായകമാകും. ദെൻ കാവ്സിന്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് കാഫ് ഷെഡിൽ ഒരു കാരണവശാലും വാട്ടറിംഗ് ട്രഫ് പ്രൊവൈഡ് ചെയ്യാതിരിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. പാൽ കുടിക്കുന്ന കാഫാണെന്നുണ്ടെങ്കിൽ വെള്ളം പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പാലിനൊപ്പം വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കേർഡ്ലിങ്ങിനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഡൈജഷൻ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് റീപ്ലേസേഴ്സ് കൊടുക്കുന്ന സമയത്ത് കാഫ്സിന് വെള്ളം കൊടുക്കരുത്. മേഞ്ചർ ആൻഡ് വാട്ടർ ട്രഫ്. മേഞ്ചറിന്റെയും വാട്ടർ ട്രഫിന്റെയും അളവുകൾ നമുക്ക് നോക്കാം. അഡൽട്ട് കവും ബഫലോയും ആണെങ്കിൽ
ലീനിയർ ലെങ്ത് പെർ ആനിമൽ. ഒരു ആനിമലിന് 0.6 to 0.7 എന്ന കണക്കിന് വേണം ഒരു ആനിമലിന് ഫീഡിംഗ് ആൻഡ് വാട്ടറിംഗ് ട്രഫിന് വേണ്ടിയുള്ള സ്പേസ് കൊടുക്കാനായിട്ട്. 100 ആനിമൽ ആണെങ്കിൽ 60 മുതൽ 75 മീറ്റർ ആണ് ആവശ്യമായിട്ട് വരിക. ഒരു ഫീഡിംഗ് ട്രഫ് അല്ലെങ്കിൽ വാട്ടറിംഗ് ട്രഫിന്റെ നീളം മാക്സിമം. വാട്ടർ ട്രഫ് ആണെന്നുണ്ടെങ്കിൽ 100 ആനിമൽസിന് 6 മുതൽ 7.5 മീറ്റേഴ്സ് മതിയാകും. ഹൈറ്റ് ഓഫ് വാൾ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ, ആഴം 40 സെന്റിമീറ്റർ, വീതി 50 സെന്റിമീറ്റർ. പശുക്കുട്ടികളാണെങ്കിൽ 0.4, 0.5 എന്ന കണക്കിന് 0.5 മീറ്റർ എന്ന കണക്കിന് ഓരോ പശുക്കുട്ടിക്കും ആവശ്യമായിട്ടുള്ള ഫീഡർ ട്രഫ് നമുക്ക് കൊടുക്കാം. മാക്സിമം നീളം എന്ന് പറയുന്നത് 40 മുതൽ 60 മീറ്റർ മതിയാകും. വാട്ടർ ട്രഫ് 100 ആനിമലിന് 100 കാഫിന് 4 മുതൽ 5 മീറ്റർ മതിയാകും. ഹൈറ്റ് നമുക്ക് കുറയ്ക്കണം, പശുക്കുട്ടികളായതിനാൽ ഹൈറ്റ് 40 സെന്റിമീറ്ററും ഡെപ്ത് 15 സെന്റിമീറ്ററും വിഡ്ത്ത് 20 സെന്റിമീറ്ററും മതിയാകും. അപ്പോൾ ഫീഡിംഗ് സ്പേസും വാട്ടറിംഗ് സ്പേസും ഓർത്ത് വെക്കുക. തീറ്റ പാത്രത്തിന് അഥവാ മേഞ്ചറിന് ലെങ്ത് എന്ന് പറയുന്നത് ഒരു പശുവിന് 0.6 to 0.7, പശുക്കുട്ടിയാണെങ്കിൽ 0.4 to 0.5. 100 പശുക്കുട്ടികൾക്ക് അല്ലെങ്കിൽ 100 പശുക്കൾക്കാണെങ്കിൽ 60 മുതൽ 75 മീറ്ററും പശുക്കുട്ടികളാണെങ്കിൽ 40 മുതൽ 60 മീറ്ററും മതിയാകും. വാട്ടർ ട്രഫിന്റെ 100 പശുക്കൾക്ക് 6 മുതൽ 7.5 മീറ്ററും പശുക്കുട്ടികളാണെങ്കിൽ 4 മുതൽ 5 മീറ്ററും മതിയാകും. മേഞ്ചർ അല്ലെങ്കിൽ വാട്ടർ ട്രഫിന്റെ നീളം, വീതി, ആഴം എന്നിവയാണ് ഇനി പറയുന്നത്. പശുക്കളാണെങ്കിൽ 60 സെന്റിമീറ്റർ ഉയരവും 40 സെന്റിമീറ്റർ ആഴവും 50 സെന്റിമീറ്റർ വീതിയും ഉള്ള വാട്ടർ ട്രഫുകൾ പണിയുക. പശുക്കുട്ടികളാണെങ്കിൽ 40 സെന്റിമീറ്റർ ഉയരവും 15 സെന്റിമീറ്റർ ആഴവും 20 സെന്റിമീറ്റർ വീതിയുമുള്ള വാട്ടർ ട്രഫ് മതിയാകും. ഈ ഒരു ചാർട്ട് നിർബന്ധമായും പഠിക്കണം. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം. ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഈസ് ലെസ് ദാൻ കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. ഉയർന്ന മുതൽ മുടക്ക് ആവശ്യമാണ് മറ്റ് സിസ്റ്റംസ് ഓഫ് റിയറിംഗിൽ, എന്നാൽ അത് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാം. സ്പേസ് കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. എളുപ്പത്തിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താൻ പറ്റിയ ഒരു സിസ്റ്റം തന്നെയാണ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം. Can easily expanded when the needed arises without much changes. Animal have freedom of movement and feel comfortable. അനിമലിന് ആവശ്യമുള്ള സമയത്ത് എങ്ങനെ വേണമെങ്കിലും നടക്കാനും ആവശ്യത്തിന് എക്സസൈസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഈസ്ട്രസ് ഡിസ്ട്രക്ഷൻ വളരെ എളുപ്പമാണ് നമ്മുടെ പശുക്കളുടെ കാര്യത്തിൽ. അതായത് ഹീറ്റ് സൈൻസ് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. വളരെ ഫ്രീ ആയിട്ട് ലെറ്റ് ലൂസായി നടക്കുന്ന സമയത്ത് തന്നെ കൺവെൻഷണൽ ബാൺ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ വളരെ എക്സ്പ്രസീവ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഹീറ്റ് സൈൻസ് നമുക്ക് എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നു. കൺവെൻഷണൽ ഹൗസിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് ലേബേഴ്സിന്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. കൺവെൻഷണൽ ഹൗസിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് ലേബറിന്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നു. 10 മുതൽ 15%, about 10 to 15% more animal can be accommodated for shorter period without affecting the output. 10 മുതൽ 15% പശുക്കളെ നമുക്ക് ഈ ഒരു രീതിയിൽ കൂടുതൽ വേണമെങ്കിലും ഇടാം. കുറച്ചു നാളത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ വരുന്നത് ബെനിഫിറ്റ് ആയിട്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ചധികം സ്പേസ് നമുക്ക് ആവശ്യമായിട്ട് വരും. പലപ്പോഴും അസുഖങ്ങൾ പെട്ടെന്ന് പകരാൻ സാധ്യത ഉണ്ട്. അടുത്തതായിട്ട് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം. കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പണ്ടുകാലം മുതൽക്കേ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ വളർത്തി വരുന്ന രീതിയാണ് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 1-2 പശുക്കളെ ഒരു ഷെഡിൽ നിർത്തിയിട്ട് കറന്നെടുക്കുന്ന രീതിയാണ് വരുന്നത്. ഫീഡിങ്ങും വാട്ടറിങ്ങും മിൽക്കിങ്ങും എല്ലാം റെസ്റ്റിങ്ങും എല്ലാം ഒരു സ്ഥലത്താണ് നടക്കുന്നത്. ഒരു സ്ഥലത്ത് നമുക്ക് അവരെ കെട്ടിയിടേണ്ടി വരുന്നു. ആവശ്യമായിട്ടുള്ള നെക്ക് ചെയിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കെട്ടിയിട്ടാണ് വളർത്തുന്നത്. മുടക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു അല്ലെ. നല്ല രീതിയിലുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റൂഫ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഷെഡ് നമുക്ക് ആവശ്യമാണ്. വെന്റിലേറ്റേഴ്സും
വാൾസും വിൻഡോസും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺവെൻഷണൽ സിസ്റ്റം ഓഫ് ഹൗസിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഷെഡിൽ നിന്നും മറ്റൊരു ഷെഡിലേക്ക് 30 അടി ദൂരം നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഫീഡിങ്ങും വാട്ടറിങ്ങും എല്ലാം തന്നെ പശുവിന്റെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് തൊഴിലാളികൾ കൂടുതൽ ആവശ്യമായിട്ടും വരാറുണ്ട്. മാനുവർ കളക്ഷൻ ഗട്ടറിലേക്കാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ സാധാരണ കൺവെൻഷണൽ ഫാമുകളിൽ കാണുന്ന സിസ്റ്റമാണ് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം എന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെമ്പറേറ്റ് റീജിയൻസ്, തണുപ്പ് കൂടുതലുള്ള റീജിയൻസിലും കൂടാതെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും പറ്റിയ ഒരു മെത്തേഡാണ് കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റം എന്നത്. നല്ലൊരു അടച്ചുറപ്പുള്ളൊരു ഷെഡ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നു. എന്തിൽ നിന്നും, മഴയിൽ നിന്നും, വെയിലിൽ നിന്നും, മഞ്ഞിൽ നിന്നും ഒക്കെ നമ്മുടെ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് ബെറ്റർ പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സദാസമയം നമ്മുടെ പശുക്കളെ കെട്ടിയിടുന്നത് കൊണ്ട് തന്നെ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസ് ലഭിക്കാതെ വരികയും പലപ്പോഴും ഫീറ്റ് പ്രോബ്ലംസ് പ്രശ്നം കാണാറുണ്ട്. നിൽക്കുന്നത് കൊണ്ടും സദാസമയം ഇരിക്കലും കിടക്കലും മാത്രമാകുന്ന സമയത്ത് ഹൂഫിന്റെ തേയ്മാനം മോസ്റ്റ് കോമൺ ആണ് കൺവെൻഷണൽ സിസ്റ്റത്തിൽ. ഈസ്ട്രസ് ഡിറ്റക്ഷൻ പലപ്പോഴും സപ്രസീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈസ്ട്രസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉയർന്ന മുതൽ മുടക്ക് ആവശ്യം നമുക്കുണ്ട് ആദ്യം തന്നെ. കൂടാതെ ലേബർ കോസ്റ്റും വളരെ കൂടുതലായിരിക്കും കൺവെൻഷണൽ സിസ്റ്റത്തിൽ. കൺവെൻഷണൽ ഹൗസിംഗ് സിസ്റ്റത്തിൽ ഒരു തൊഴുത്ത് നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. മേഞ്ചർ 75 സെന്റിമീറ്റർ നീളവും 60 സെന്റിമീറ്റർ ഉയരത്തിലും ഉള്ളതായിരിക്കണം. ഒരു പശുവിന്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റാൻഡിംഗ് സ്പേസ് ഒരു പശുവിന് ലൈറ്റ് ബ്രീഡ് ആണെങ്കിൽ 1.3 മീറ്ററും ഹെവി ബ്രീഡ് ആണെങ്കിൽ 1.5 മീറ്ററുമാണ് ആവശ്യം. ഡങ് ചാനൽ 50 സെന്റിമീറ്റർ ആണ് ആവശ്യം. മിൽക്കിംഗ് പാസേജ് 1 മീറ്റർ, ഫീഡിംഗ് പാസേജ് 1 മീറ്റർ എന്നിവയാണ് വേണ്ടത്. ഓരോന്നും നമുക്കറിയാം. ഫീഡിംഗ് പാസേജ് ആണ് ഈ ആദ്യം കാണുന്ന ഫീഡിംഗ് പാസേജ്. നമ്മൾ പശുവിന്റെ മുൻവശത്ത് കാണുന്ന സ്പേസ് ആണ് ഇത്. 1 മീറ്റർ ആണ് ആവശ്യമായിട്ട് വരിക. അത് കഴിഞ്ഞാൽ മേഞ്ചർ, പുൽത്തൊട്ടി, ഇതിനും 1 മീറ്റർ ആണ് ആവശ്യമായിട്ട്. മേഞ്ചറിന് ആവശ്യം 75 സെന്റിമീറ്റർ ഉയരവും 75 സെന്റിമീറ്റർ വീതിയും 60 സെന്റിമീറ്റർ ഉയരവുമാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് സ്പേസ് ബ്രീഡിനനുസരിച്ച് ലൈറ്റ് ബ്രീഡ് ആണെങ്കിൽ 1.3 മീറ്ററും ഹെവി ബ്രീഡ് ആണെങ്കിൽ 1.5 മീറ്ററുമാണ് വേണ്ടത്. ദെൻ ഡങ് ചാനൽ എന്ന് പറയുന്ന സമയത്ത് അഥവാ ഗട്ടർ എന്നാണ് അതിനെ വിളിക്കുക. യൂറിനെയും ഡങ്ങിനെയും കളക്ട് ചെയ്യാനുള്ള ചെറിയൊരു ചാലാണ് ഡങ് ചാനൽ എന്ന് പറയുന്നത്. ഇത് 50 സെന്റിമീറ്റർ ആണ് അതിന്റെ വീതി എന്ന് പറയുന്നത്. ദെൻ മിൽക്കിംഗ് പാസേജ് 1 മീറ്റർ, പാൽ കറക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് മിൽക്കിംഗ് പാസേജ്. ഇത്രയുമാണ് ഒരു ഷെഡിൽ ഓരോ പശുവിനും കൊടുക്കേണ്ട സ്പേസ്. ഈ അളവുകൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. പറഞ്ഞ കൺവെൻഷണൽ സിസ്റ്റത്തിൽ 2 രീതിയിലാണ് നമ്മൾക്ക് പശുക്കളെ വളർത്തിയെടുക്കാൻ പറ്റുക. ഒന്നാമത്തേത് 10 കൂടുതൽ പശുക്കൾ വരുന്ന സമയത്താണ് സാധാരണഗതിയിൽ ഇങ്ങനെ 2 രീതിയിൽ പശുക്കളെ വളർത്തിയെടുക്കേണ്ടി വരുന്നത്. ഡബിൾ ഡ്രോ സിസ്റ്റം എന്ന് അതിനെ വിളിക്കുന്നു. അതായത് ഡബിൾ ഡ്രോ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ്, നല്ല രീതിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് ഒരു ഷെഡിൽ 50 മുതൽ 60 പശുക്കളെ നമുക്ക് വളർത്താവുന്നതാണ്. 2 റോ ആയിട്ട് 30 വീതം അങ്ങനെ 2 വശത്തുമായിട്ട്. ഇത്തരത്തിൽ ഡബിൾ റോ സിസ്റ്റം 2 തരത്തിലാണ് അറിയപ്പെടുന്നത്. ടെയിൽ ടു ടെയിൽ സിസ്റ്റവും ഹെഡ് ടു ഹെഡ് സിസ്റ്റവും. ടെയിൽ ടു ടെയിൽ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് വാൽ അഭിമുഖമായിട്ട് വരുന്നു. ഹെഡ് ടു ഹെഡ് സിസ്റ്റം എന്ന് പറയുന്നത് തല അഭിമുഖമായിട്ട് വരുന്നത്. 2 രീതിയിലുള്ള കൺവെൻഷണൽ സിസ്റ്റമാണ് ഉള്ളത്. ടെയിൽ ടു ടെയിൽ സിസ്റ്റവും ഹെഡ് ടു ഹെഡ് സിസ്റ്റവും. ടെയിൽ ടു ടെയിൽ സിസ്റ്റം എന്ന് പറയുന്നത് പശു 2 വശങ്ങളിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രീതിയാണ് ടെയിൽ ടു ടെയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് മിൽക്കിംഗ് പാസേജ് ഒരു പശുവിന് 1 മീറ്റർ ആണ് പറഞ്ഞിരുന്നുണ്ടായിരുന്നത്. അതിന് പകരം നമുക്ക്
ഒരു പശുവിന് 2 പശുവിനും കൂടെ 2 മീറ്ററിന് പകരം 1.5 മീറ്റർ ആക്കി ചുരുക്കാം. മിൽക്കിംഗ് പാസേജ് ആണ് ഇവിടെ കുറയ്ക്കപ്പെടുന്നത്. 2 മീറ്ററിന് പകരം 1.5 മീറ്റർ ആക്കി കുറയ്ക്കാം. അതാണ് നിങ്ങൾ ഈ ചിത്രം കാണുന്നത്. ഇവിടെ പശു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. സ്റ്റാൻഡിംഗ് സ്പേസ്, ഇത് കഴിഞ്ഞാൽ ഗട്ടർ, ചാണകവും മൂത്രവും വെള്ളം എല്ലാം ഇവിടെ കളക്ട് ചെയ്യുന്നു. നടുവിലൂടെയാണ് മിൽക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ മിൽക്കിംഗ് പാസേജ് 2 മീറ്ററിന് പകരം 1.5 മീറ്റർ ആക്കി കുറയ്ക്കാവുന്നതാണ്. ചിത്രീകരണത്തിന്റെ ഭാഗമാണ്. നോക്കൂ, ഫീഡിംഗ് പാസേജ് കാണാം, മേഞ്ചർ കാണാം, സ്റ്റാൻഡിംഗ് സ്പേസ്, ഗട്ടർ, സെൻട്രൽ പാസേജ് ആണ് മിൽക്കിംഗ് പാസേജ്, അതുപോലെ ഈ വശത്തും. ഇതാണ് ടെയിൽ ടു ടെയിൽ സിസ്റ്റം. ടെയിൽ ടു ടെയിൽ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഈസി ക്ലീനിങ് ഓഫ് ഷെഡ് ആൻഡ് മിൽക്കിംഗ് ഓഫ് കാറ്റിൽ. എളുപ്പമാണ് ക്ലീനിങ്, കാരണം നടുവിലൂടെ മിൽക്കിംഗ് പാസേജിലൂടെ വന്നു കഴിഞ്ഞാൽ 2 വശത്തെയും ക്ലീനിങ് നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റും. മിൽക്കിങ്ങും അത്രയും എളുപ്പത്തിലാണ്. ഫേസിലൂടെ അല്ലെങ്കിൽ മുഖത്തിലൂടെ പലപ്പോഴും റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെ വരുന്ന പല അസുഖങ്ങളും നമുക്ക് പകരുന്നത് തടയാം. അനിമൽ ടു അനിമൽ ഡിസീസസ് സ്പ്രെഡിങ് നമുക്ക് തടയാവുന്നതാണ്. മിൽക്കിംഗ് സൂപ്പർവിഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് നടത്താവുന്നതാണ്. പുറത്തേക്ക് നോക്കിയാണ് പശുക്കൾ നിൽക്കുന്നത് കൊണ്ട് ഫ്രഷ് എയർ എപ്പോഴും നമ്മുടെ പശുക്കൾക്ക് ലഭിക്കും. ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ചും ഹൈൻഡ് ക്വാർട്ടേഴ്സിൽ പുറകുവശത്ത് എന്തെങ്കിലും അസുഖങ്ങൾ, അകിട് വീക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്നു ടെയിൽ ടു ടെയിൽ സിസ്റ്റത്തിൽ. ഇനി ഹെഡ് ടു ഹെഡ് സിസ്റ്റം. ഹെഡ് ടു ഹെഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മുഖം പരസ്പരം നോക്കി നിൽക്കുന്ന സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് ഫീഡിംഗ് പാസേജിന്റെ സ്പേസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. ഓരോ പശുവിനും ഓരോ മീറ്റർ പകരം 2 പശു നിൽക്കുന്ന സമയത്ത് 1.5 മീറ്റർ ആക്കി കുറയ്ക്കാം. എങ്ങനെയാണോ ടെയിൽ ടു ടെയിൽ സിസ്റ്റത്തിൽ മിൽക്കിംഗ് പാസേജ് 1.5 മീറ്റർ ആക്കിയത്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫീഡിംഗ് പാസേജ് 1.5 മീറ്റർ ആക്കി കുറയ്ക്കുന്നു. പശു ഫേസ് ടു ഫേസ് മാനറിൽ നിൽക്കുന്നു. നല്ലൊരു ബെറ്റർ അപ്പിയറൻസ് ആണ് കാണാൻ വേണ്ടിയിട്ട്. കാണുന്നതാണ് ഹെഡ് ടു ഹെഡ് സിസ്റ്റത്തിന്റെ രീതി. നടുവിലൂടെ ഫീഡിംഗ് പാസേജ് നിങ്ങൾക്ക് കാണാം. ഗട്ടറും മാഞ്ചറും സ്റ്റാൻഡിംഗ് സ്പേസും വാട്ടർ പാസേജ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ബെനിഫിറ്റ്സ് ഓഫ് ഹെഡ് ടു ഹെഡ് സിസ്റ്റം. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഷോയാണ് ഹെഡ് ടു ഹെഡ് സിസ്റ്റം കാണുവാനായിട്ട്. ഫീഡിങ് വളരെ എളുപ്പമാണ്. മുൻവശത്തോടെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീഡിങ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പശുക്കൾക്ക് എളുപ്പത്തിൽ ഷെഡിലേക്ക് പോകാനും വരാനും എളുപ്പമായിരിക്കും. ഗട്ടറിന്റെ ഭാഗത്തേക്കാണ് സൺറൈസ് എപ്പോഴും വീഴുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു സാനിറ്റേഷൻ, ഡ്രൈനസ് നമുക്ക് നമ്മുടെ ഷെഡിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നു. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങൾ ഉത്തരം എഴുതി സബ്മിറ്റ് ചെയ്യുക. വാട്ട് ഈസ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം? പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ലേഔട്ട് ഓഫ് കാറ്റിൽ ഷെഡ്. ലൂസ് ഹൗസിംഗ് സിസ്റ്റം എന്താണെന്നും ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലേഔട്ടുകൾ, പ്രധാനമായിട്ടും ഫീഡിംഗ് ട്രഫ്, വാട്ടറിംഗ് ട്രഫ് എന്നിവയുടെ ലേഔട്ട്, കൂടാതെ സ്റ്റാൻഡിംഗ് സ്പേസ് എന്നിവയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചാർട്ട് തയ്യാറാക്കുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹൗസിംഗ്? സ്കെച്ച് ആൻഡ് ലേബിൾ ലേഔട്ട് ഓഫ് കാറ്റിൽ ഷെഡ് ഇൻ കൺവെൻഷണൽ ഹൗസിംഗ്. വാട്ട് ഈസ് ഹെഡ് ടു ഹെഡ് സിസ്റ്റം ആൻഡ് ടെയിൽ ടു ടെയിൽ സിസ്റ്റം? Sketch and label layout of tail to tail system and head to head system. Advantages of head to head system and tail to tail system. അത്രയുമാണ് ഹൗസിംഗ് ഓഫ് കാറ്റിൽ, കൺവെൻഷണൽ ഹൗസിംഗ് ആൻഡ് ലൂസ് ഹൗസിംഗ് സിസ്റ്റം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. വീണ്ടും കാണാം അടുത്ത ടോപ്പിക്കുമായി. താങ്ക് യു.